ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മോഹൻ ബഗാനിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഡ്യൂറൻഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അവർ പുറത്തായി. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2-ൽ നിന്നും അവർ പിൻവാങ്ങി. പിന്നാലെ സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവർ പുറത്തായി. അങ്ങനെ നല്ല രീതിയിൽ മോഹൻ ബഗാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. പരിശീലകനായ ഹൊസെ മൊളീനയെ പുറത്താക്കണം എന്നുള്ളത് ആരാധകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, മൊളീനയും മാനേജ്മെൻറ്റും തമ്മിലുള്ള ബന്ധം അതിപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് MBFT ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത്, മൊളീനയെ പുറത്താക്കി കഴിഞ്ഞാൽ പകരം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലകൻ അത് സെർജി ലൊബേറയാണ് എന്നാണ് MBFT റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അതായത്, നിലവിലെ പരിശീലകനായ മൊളീനയെ ഒഴിവാക്കാൻ തന്നെയാണ് മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് ആലോചിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. പകരം 3 പരിശീലകരെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് ഒഡീഷയുടെ പരിശീലകനായ സെർജി ലൊബേറയാണ്. മോഹൻ ബഗാനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പരിശീലകനാണ് ഇദ്ദേഹം. അവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടുകൊണ്ട് ഇവിടേക്ക് വരാൻ ഒരുക്കമാണ്. നിലവിൽ മോഹൻ ബഗാൻ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് ലൊബേറയ്ക്ക് തന്നെയാണ്. പക്ഷേ ഒരു ഫൈനൽ ഡിസിഷൻ ഇപ്പോൾ എടുത്തിട്ടില്ല. കൂടാതെ മറ്റു 2 പരിശീലകരെ കൂടി ക്ലബ്ബ് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പേരുകൾ വ്യക്തമാക്കിയിട്ടില്ല. ഒരാൾക്ക് നേരത്തെ ISLൽ പ്രവർത്തിച്ചു കൊണ്ടുള്ള പരിചയമുണ്ട് എന്ന് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് MBFT ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത്, ലൊബേറയെ മൊളീനയുടെ പകരക്കാരനായിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ട്. കൂടാതെ 2 പരിശീലകരുമുണ്ട്. അവരുടെ പേരുകൾ വ്യക്തമായിട്ടില്ല. ISLൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു പരിശീലകനാണ് ഒരാളായിക്കൊണ്ട് വരുന്നത്. ഏതായാലും ISLന് മുന്നേ മൊളീനയ്ക്ക് ആ ഒരു സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. പകരം ഒരു മികച്ച പരിശീലകനെ കൊണ്ടുവരാൻ തന്നെയാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.